കെമിക്കൽ ബോണ്ടിങ്. സോ കെമിസ്ട്രിയിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ്, എന്തൊക്കെ ടിപ്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ബോണ്ടാണ്. അയോണിക് ബോണ്ട് ഉണ്ട്. ഇറ്റ് ഇസ് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. എക്സാമ്പിൾ NaCl ഒക്കെ ഉണ്ടാക്കുന്നത്. കോവലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അവിടെ നമ്മൾ H2 Cl2 അതൊക്കെയാണ് കോവലൻ ബോണ്ടിൽ വരുന്നത്. കോർഡിനേറ്റ് ബോണ്ട്, ഷെയർഡ് ഇലക്ട്രോൺ പെയർ കംസ് ഫ്രം വൺ ആറ്റം. ഒരു ആറ്റത്തിൽ നിന്നാണ് ഷെയർഡ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ അത് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്നാണ് പറയും. അതായത് ഒരാൾ തൻ്റെ 2 ഇലക്ട്രോൺസും മറ്റേ ആൾക്ക് കൊടുത്തിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത്. കോവലൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണേ കൊടുക്കുള്ളൂ, മറ്റേ ആൾ 1 ഇലക്ട്രോൺ തരും. അങ്ങനെ ഉണ്ടാക്കുന്നത് കോവലൻ ബോണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു എക്സ്, ഇതൊരു വൈ, ഇതിനൊന്നുണ്ട്. ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്നത് കോവലൻ ബോണ്ട്. ഇനി ഇതൊരു എക്സ്, ഇതൊരു വൈ, ഇതിനൊറ്റ ഒന്നുമില്ല, ഇതിന് 2 എണ്ണം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ 2ഉം കൂടും ഇയാൾക്ക് കൊടുക്കുന്നതിന് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയും. ഇനി ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ടു ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇൻട്രാക്ട് വിത്ത് ലോൺ പെയർ. അങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത്. അതായത് ഹൈഡ്രജൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് പറയുക. മെറ്റാലിക് ബോണ്ട്, പോസിറ്റീവ് മെറ്റൽ അയോൺസിൻ്റെ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഒക്ടറ്റ് റൂൾ ആൻഡ് എക്സെപ്ഷൻസ്. സം ആറ്റംസ് ലൈക്ക് ബെർലിയം, boron, beryllium have incomplete octet. The third period had expanded octet. Octet rule എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ചുറ്റിലും? ഹൈഡ്രജൻ കൂട്ടണ്ട, 8 ഇലക്ട്രോൺസ് ഉള്ള ഒരാളെ പറയാം. ഓക്സിജൻ കൂട്ടാം. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 1 2 3 4 5 6. അതിനി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോണും കൂടെ വേണം. അങ്ങനെ 2 ഇലക്ട്രോൺ വേറൊരാളടുത്ത് നിന്ന് വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടുന്നതിനാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ പറയാം. അങ്ങനെ ഓൾറെഡി ഒക്ടറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നോബൽ ഗ്യാസ് ഒക്കെ. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിൾ ആയിരിക്കും. സോ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ആറ്റംസ് ലൈക്ക് ബെർലിയം, ബോറോൺ ഒക്കെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ഹാവ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. തേർഡ് പീരീഡിലുള്ള ആൾക്കാർക്ക് എക്സ്പാൻഡഡ് കൂടുതലായിരിക്കും ഉണ്ടാകും. ഓക്കെ, അടുത്തത് VSEPR തിയറിയാണ്. VSEPR theory predicts molecular shape based on repulsion between electrons. ഇലക്ട്രോൺസിൻ്റെ റിപ്പൾഷൻ കാരണം അവരൊരു ഷേപ്പ് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മീഥെയിൻ്റെ ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രലാണ്. ഇങ്ങനെയല്ല. മീഥെയിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മീഥെയിൻ 1 2 3, ഇതാണ് ടെട്രാഹെഡ്രൽ. മീഥെയിൻ്റെ ഷേപ്പ് വരുന്നത് ഇതാണ്. ഓക്കെ, ഇനി അമോണിയ വരുമ്പം ട്രൈഗണൽ പിരമിഡാണ് വരുന്നത്. പിന്നെ വാട്ടർ ബെൻഡ് ഷേപ്പ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ എങ്ങനെയാണ്? H2O എന്നല്ലേ? അപ്പോൾ 2 Hഉം ഒരു ഓക്സിജനും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ബെൻഡ് ഷേപ്പാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ ആണ്. ഇപ്പോൾ 2 ഉള്ള ആൾക്കാർ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അവർ ലീനിയർ ഇൻ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ 2 എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ CO2 എന്ന് പറയുന്നത് CO2ൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും. ഇതൊരു ലീനിയർ ഷേപ്പാണ്. ഇനി sp2 ട്രൈഗണൽ പ്ലെനാർ നമ്മൾക്ക് പറയാം. ട്രൈഗണൽ പ്ലെനാർ ഉണ്ട്. അത് 3 സ്റ്റെറിക് നമ്പർ ഉള്ളത്. 4 എണ്ണം sp3 ഉള്ളത് ടെട്രാഹെഡ്രൽ എക്സാമ്പിളാണ് മീഥെയിൻ വരുന്നത്. 5 എണ്ണം വരുന്നതാണ് ട്രൈഗണൽ ബൈപിരമിഡ് sp3d, അതാണ് അമോണിയ വരുന്നത്. sp3d2 ആണ് ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇപ്പോൾ സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ.
അപ്പോൾ എത്ര സിഗ്മ ബോണ്ടും എത്ര ലോൺ പെയറും കൂടിയിട്ടാണ് നമ്മൾ സ്റ്റെറിക് നമ്പർ പറയുന്നത്. ഓക്കെ, ഇനി മോളിക്യുലാർ ഓർബിറ്റൽ തിയറി. സോ VSEPR തിയറി കഴിഞ്ഞു. VSEPR തിയറി പറയുന്നത് ഷേപ്പ് വെച്ചിട്ടാണ്. ഇനി മോളിക്യുലാർ ഓർബിറ്റൽ തിയറി അത് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ആണ്. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ബൈ 2 ആയിരിക്കും ബോണ്ട് ഓർഡർ വരുന്നത്. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക്കും ഉണ്ട് ഡയാമാഗ്നറ്റിക് ഉണ്ട്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി എല്ലാം പെയർഡ് ആണെങ്കിൽ അവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിയും പൊളാരിറ്റിയും ഗ്രേറ്റർ ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി മോർ പോളാർ ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു Q ഇൻറ്റു D, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺ പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ബോണ്ട് ഓർഡർ BO ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്യൂൾസ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ബൈ 2. മോളിക്യൂൾസ് അല്ല, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ബൈ 2 ആയിരിക്കും. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് μ ഈക്വൽ ടു Q ഇൻറ്റു D ആയിരിക്കും. ഫോർമൽ ചാർജ് വാലൻസ് ഇലക്ട്രോൺ മൈനസ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പ്ലസ് 1/2 ബോണ്ടഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി വാട്ട് ഇസ് ദി ബോണ്ട് ഓർഡർ ഓഫ് O2 മൈനസ് അയോൺ? ബോണ്ട് ഓർഡർ എത്രയാണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഇത് എഴുതാം, MOT ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് O2 ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 10 - 6/2. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 10ഉം നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് 6ഉം ആയിരിക്കും. അത് ബൈ 2 ചെയ്താൽ 2 കിട്ടും. O2 മൈനസ് ആണെങ്കിൽ ഒന്ന് കൂടുതലായിരിക്കും, ആൻറ്റി ബോണ്ടിങ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് 10 - 5/2 ഈക്വൽ ടു 2.5 കിട്ടും. അപ്പോൾ ഏതിനാ കൂടുതൽ? 2.5. അതാണ് ബോണ്ട് ഓർഡർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഇസ് ലീനിയർ? ഇതിൽ ലീനിയർ എന്ന് പറയുമ്പം ആദ്യം തന്നെ നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് പറയാം. അമോണിയ ഏതാണ്? പ്ലെനാറാണ്. CO2 ലീനിയറാണ്. ഇത് ബെൻഡാണ്. ഇത് ടെട്രാഹൈഡ്രലാണ്. അപ്പോൾ ബെൻഡ് അല്ല, അപ്പോൾ ലീനിയർ ആരാണ്? CO2. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി SF6ൻ്റെ ഹൈബ്രിഡൈസേഷനാണ്. SF6 എന്ന് പറഞ്ഞാൽ S ഹാസ് 6 സിഗ്മ ബോണ്ട്. S6 ഉണ്ട്. എക്സിന് പുറത്ത് 6 ആൾക്കാരുണ്ട്. ഓക്കെ, 1 2 ഓക്കെ 6 ആൾക്കാരുണ്ട്. അപ്പോൾ അത് 6 ആളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. SF6ആയിട്ട് ബോണ്ട് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ S1 SP നോക്കാം. SI 1 2 3 SP3 D2 SP3 D2 6 ബോണ്ട് ഉണ്ടാക്കിയില്ല, 6 ആളായിട്ട് ബോണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് SP3 D2. ഓക്കെ അല്ലേ? ഇനി ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ ഇൻ NO3 മൈനസ്. ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺ മൈനസ് ലോൺ പെയർ പ്ലസ് 1/2 ബോണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ -1 കിട്ടും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാരാമാഗ്നറ്റിക്? ഇതിൽ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളത് ആരാണ്? O2 ആണ്. അതിന് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ദ ബോണ്ട് ആംഗിൾ ഇൻ അമോണിയ ഈസ് അപ്രോക്സിമേറ്റ്ലി. അമോണിയൻ്റെ ബോണ്ട് ആംഗിൾ 107 ആണ്. അത് പഠിച്ചു വെക്കുക. SP3 ഹൈബ്രിഡൈസേഷൻ ആണ്. ബട്ട് ലോൺ പെയർ ബോണ്ട് റിപ്പൾഷൻ ഡിക്രീസസ് ആംഗിൾ. SP3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും അതിൻ്റെ റിപ്പൾഷൻ കാരണം അത് 107 ഡിഗ്രിയിലായിരിക്കും വന്നിരിക്കുക. ശരിക്കും 109 ആയിരുന്നു വരേണ്ടത്, പക്ഷെ അതിൻ്റെ റിപ്പൾഷൻ കാരണം 107. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 0 ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റ് 0 ഉള്ള ആൾ BF3 ആണ്. കാരണം BF ബോണ്ട് ആർ പോളാർ, BF3 സിമ്മട്രിക്കൽ ആണ്. അപ്പോൾ ഡൈപോൾ വെക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും. കാണിച്ചു തരാം. ഇതാണ് BF3 എന്ന് പറഞ്ഞാൽ പ്ലെനാറാണ്. അപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ തമ്മിൽ അങ്ങോട്ട് പോയിട്ട് ക്യാൻസലായിട്ട് മൊത്തത്തിൽ 0 ആയി പോകും. ഓക്കെ, ഇനി ദ കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട് ഓർഡർ എമംഗ് ദ ഫോളോയിങ്. ബോണ്ട് ഓർഡറിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ O2 മൈനസ് ആണെങ്കിൽ 2.5, O2 ആണെങ്കിൽ 2, O2 പ്ലസ് ആണെങ്കിൽ 3. അപ്പോൾ O2 പ്ലസ്, O2 മൈനസ്,
O2 അതായിരിക്കും O2 മൈനസ് O2 പ്ലസ് അതായിരിക്കും ഓർഡർ വരുന്നത്. ഓക്കെ, ഇനി ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ CO2. CO2ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ആയിരിക്കും. സിംഗിൾ ബോണ്ടാണ്, ലീനിയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ കണ്ടെയ്ൻ കോർഡിനേറ്റ് ബോണ്ട്? കോർഡിനേറ്റ് ബോണ്ട് വരുന്നത് NH4 പ്ലസ്സിലാണ്. കാരണം അത് തൻ്റെ കയ്യിലുള്ള 2 ബോണ്ടും കൂടി അപ്പുറത്തെ ആൾക്ക് കൊടുത്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് PCl5 മോളിക്യൂൾ? ഈ PCl5 എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. PCl5ൻ്റെ ഷേപ്പ് ട്രൈഗണൽ ബൈ പിരമിഡാണ്. sp3d ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് ബോണ്ട് ആംഗിൾ? ലാർജസ്റ്റ് ബോണ്ട് ആംഗിൾ വരുന്നിട്ടുള്ളത് CO2നാണ്. കാരണം ലീനിയർ ആണ്, 180 ഡിഗ്രി. ഇനി ഓരോന്നിൻ്റെ ഹൈബ്രിഡൈസേഷനാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. MOT തിയറി യൂസ് ചെയ്യുമ്പം ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ബൈ 2 ആയിരിക്കും. പിന്നെ ഈവൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്കും, ഓഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. പിന്നെ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട സാധനം O2 മൈനസ് O2 2 മൈനസ് NO പ്ലസ് F2 N2 ഒക്കെയാണ്. പിന്നെ ലേൺ ഷേപ്പ് ബൈ BSCPR തിയറി. മീഥെയിന് ടെട്രാഹൈഡ്രൽ ആയിരിക്കും, അമോണിയ ട്രൈഗണൽ ബൈ പിരമിഡ് ആയിരിക്കും, H2O ബെൻഡ് ആയിരിക്കും, CO2 ലീനിയർ, BF3 ട്രൈഗണൽ പ്ലനാർ, PCl5 ട്രൈഗണൽ ബൈ പിരമിഡ്, SF6 ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. ഷേപ്പ് ഡിപ്പെൻസ് ഓൺ ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. പിന്നെ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ 109.5 ഡിഗ്രി, അമോണിയ 107 ഡ്യൂ ടു 1 ലോൺ പെയർ, വാട്ടർ 104 ഡ്യൂ ടു 2 ലോൺ പെയർ. പിന്നെ കാർബൺ ഡയോക്സൈഡ് 180 കാരണം ലീനിയർ ആണ്, sp ഹൈബ്രിഡൈസേഷൻ ആണ്. പിന്നെ ഫജാൻസ് റൂൾ ഫോർ അയോണിക് വേഴ്സസ് കോവലൻറ്റ്. സ്മോൾ കാറ്റയോൺ പ്ലസ് ലാർജ് ആനിയോൺ മോർ കോവലൻ്റ് ആയിരിക്കും. മോർ പോളറൈസിങ് പവർ ഈക്വൽ ടു മോർ കോവലൻറ്റ്. ഇനി മാസ്റ്റർ ഫോർമൽ ചാർജ് കാൽക്കുലേഷൻ. ഫോർമൽ ചാർജ് പറഞ്ഞാൽ ബാലൻസ് ഇലക്ട്രോൺ മൈനസ് ലോൺ പെയർ പ്ലസ് 1/2 ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് 0 സിമെട്രിക്കൽ ആണെങ്കിൽ 0 ആയിരിക്കും. ഇപ്പം CO2 BF3 CCl4 ഒക്കെ നോൺ പോളാർ ആണ്. ഇനി അസിമെട്രിക്കൽ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ, അമോണിയ ഒക്കെ പോളാർ ആയിരിക്കും. ഡൈപോൾ മൊമെൻ്റ് ഉള്ളതിനെയാണ് നമ്മൾ പോളാർ എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. അതായത് O2 മൈനസ് O2 2 മൈനസ് എന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും ബോണ്ടാങ്കിലും ഫോക്കസ് ചെയ്യണം. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കൂടുതൽ മിസ്റ്റേക്സ് എവിടെയാണെന്ന് വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ റോങ് ആയിട്ട് ചെയ്യുന്നതാണ്. നോട്ട് ഇൻക്ലൂഡിങ് ലോൺ പെയർ ഓർ കൗണ്ടിങ് പൈ ബോണ്ട് ഇലക്ട്രോൺസ്, അത് ഇൻകറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഫിക്സ് ഓൺലി സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ ഓൺ സെൻട്രൽ ആറ്റം. ഇപ്പോൾ അമോണിയ ആണെങ്കിൽ 3 സിഗ്മ ബോണ്ട് പ്ലസ് 1 ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ സ്റ്റെറിക് നമ്പർ 4 ആണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. CO2 ആണെങ്കിൽ 2 സിഗ്മ ബോണ്ടാണ്, അപ്പോൾ അത് എന്താണ് sp ഹൈബ്രിഡൈസേഷൻ ആണ്, sp2 അല്ല. പിന്നെ ലോൺ പെയർ ഇഗ്നോർ ചെയ്യുന്നു, ലോൺ പെയർ റിപ്പൾഷൻ ഒക്കെ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണ്. അസ്യൂമിങ് ഓൾ ബോണ്ട് ആംഗിൾസ് ആർ ഐഡിയൽ, അങ്ങനെയാണെങ്കിൽ 109.5 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷേ ലോൺ പെയർ ഉണ്ടായതുകൊണ്ട് ആംഗിൾസ് മാറിക്കൊണ്ടിരിക്കും. അതാണ് ടെട്രാഹൈഡ്രൽ, ട്രൈഗണൽ, പിരമിഡ്, ബെൻഡ് ഒക്കെ വരുന്നത് അത് ലോൺ പെയർ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എല്ലാം പോളാറാണ് അസ്യൂം ചെയ്തത്, കാരണം പോളാർ ആയിരിക്കില്ല, ചിലത് നോൺ പോളാറും വരും. അപ്പോൾ BF3 CO2 ഒക്കെ നോൺ പോളാറാണ്. പിന്നെ ഫോർഗെറ്റിംഗ് ടു സ്ക്വയർ ഇലക്ട്രോൺസ് ഇൻ MOT ഡയഗ്രാംസ്, അതായത് MOT ഡയഗ്രാംസിൽ സ്ക്വയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി Z<7 N2 വരെയാണെങ്കിൽ നമ്മൾ 1s, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2p, സിഗ്മ 2p, പൈ സ്റ്റാർ 2p, സിഗ്മ സ്റ്റാർ 2p. ഇനി ഗ്രേറ്റർ ദാൻ 7ഉം O2 F2 ഒക്കെ ആണെങ്കിൽ സിഗ്മ 2p കംസ് ബിഫോർ പൈ 2p, അതായത് ഇതിൻ്റെ ഈ പൈ 2pൻ്റെ മുന്നേ സിഗ്മ 2p വരും. ഓക്കെ, ഇനി ഇൻകറക്റ്റ് ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ.
ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ബൈ 2 ആയിരിക്കും. അത് തെറ്റിപ്പോകരുത്. പിന്നെ മിസ്സിങ് കോർഡിനേറ്റ് ബോണ്ട് ഇൻ ചാർജഡ് സ്പീഷീസ്. തിങ്കിങ് NH4+ ഹാസ് കോവലൻ ബോണ്ട്, പക്ഷേ അത് എന്താണ്, കോർഡിനേറ്റ് ബോണ്ടാണ് വരുന്നത്. പിന്നെ മിസ് ഐഡൻറ്റിഫൈങ് പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. ഗസ്സിങ് ബേസ്ഡ് ഓൺ ഓഡ് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓൾവേസ് ചെക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് യൂസിങ് MOT. സോ ഡയാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് കണ്ടുപിടിക്കാൻ മറക്കരുത്. പിന്നെ നോട്ട് പ്രാക്ടീസിങ് ഇൻ VSEPR ഷേപ്സ്, അതായത് VSEPR ഷേപ്പ് വെച്ചിട്ട് മാക്സിമം പ്രോബ്ലം ചെയ്ത് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം പ്രോബ്ലം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.